ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. സ്തോത്രം. പക്ഷെ സിംഹത്തിന്റെ ഗുഹയിലിട്ടിട്ടും ദാര്യാവേശ് രാജാവിന് ഉറക്കം വന്നില്ല. സ്തോത്രം. അന്ന് രാത്രിയിൽ വെപ്പാട്ടികളെ അവന്റെ സന്നിധിയിൽ കൊണ്ടുവന്നില്ല. അവൻ ഭക്ഷണം കഴിച്ചില്ല. അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അവൻ സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് ദുഃഖത്തോടെ വിളിച്ചു, ചത്തുപോയെന്നോർത്ത് വിളിച്ചു. ദാനിയേൽ മറുപടി പറയാ, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. സ്തോത്രം. ഞാൻ വേഗത്തിൽ പറയാം. ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായി വെളിപ്പെട്ടു നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ദൈവമെന്ന പദത്തിന് ഒറ്റ ഒരുത്തനായി യോഗ്യൻ. അവന്റെ പേരാണ് യേശു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, അവൻ എന്റെ രക്ഷിതാവെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, വായ്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, നീതി സ്നാനത്താൽ നീ ചേർക്കപ്പെട്ടാൽ, നിന്നെ ഏതു സിംഹത്തിന്റെ ഗുഹയിലിട്ടാലും രാത്രിയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അവൻ കഴിഞ്ഞ ആഴ്ച ലൈവ് കണ്ട ഒരു വ്യക്തി കുവൈറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ വചനം കേട്ടപ്പോൾ തന്നെ 9 വർഷമായ എന്റെ ഹാർട്ടിന്റെ രോഗബന്ധനം പൊട്ടിയെന്ന്. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സിംഹത്തിന്റെ ഗുഹയിൽ കിടക്കുന്ന ചിലരോട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനോട് ഒന്ന് പറ്റിച്ചേർന്നാൽ മാത്രം മതി. അവൻ മനുഷ്യൻ വിധി എഴുതിയ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തുനിന്ന് ഇന്ന് രാത്രിയിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി അവൻ നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാ. യെസ്, ദൈവം അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം കൂടി നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മാനുഷിക ശബ്ദത്താലല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ അവിടെ ഏൽപ്പിക്കുന്നു. സ്തോത്രം. അനേകർ വെന്റിലേറ്ററുകളിലും ICUവിലും കിടക്കുമ്പോൾ ഞങ്ങൾക്ക് യോഗ്യത കൂടുതൽ ഉണ്ടായിട്ടല്ല ഇന്നിവിടെ ആയുസ്സോടെ നിൽക്കുന്നത്. ദൈവത്തിന് ഞങ്ങളോടുള്ള ദയയ്ക്കായി സ്തോത്രം. യെസ്, കർത്താവിന് ഞങ്ങളോടുള്ള ദീർഘക്ഷമയ്ക്കായി ഞങ്ങൾ പ്രാരംഭത്തിൽ നന്ദി പറയുന്ന കർത്താവേ. പ്രശംസിപ്പാനൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവേ. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗികളാണെങ്കിൽ ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ ഇറങ്ങട്ടെ കർത്താവേ. ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് ഇതൊരു സമാധാനമാകട്ടെ. ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.